ആഭ്യന്തര വകുപ്പിന്റെ വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി CT രവികുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു കുറ്റകൃത്യം നടന്നാൽ അത് കൃത്യമായി തെളിയിക്കപ്പെടാൻ വേഗത്തിലുള്ള അന്വേഷണം നടത്താൻ പോലീസിന് കഴിയണമെന്നും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഉടൻ തന്നെ എത്താൻ പോലീസിന് സാധിക്കണമെന്നും പോലീസിലെ അംഗബലത്തിന്റെ കുറവ് കേസന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കാൻ ഇടവരുന്നുണ്ടെന്നും CT രവികുമാർ പറഞ്ഞു. ഈ മൊബൈൽ കൊണ്ട് എന്തൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. പണ്ടൊക്കെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. ഇതങ്ങനൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുമോ? ഒന്നേ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ഓരോരുത്തരും മാറി മാറി നിൽക്കുന്നു. എനിക്കാവശ്യമുള്ളപ്പോൾ ഞാൻ കഴിക്കും, ഭാര്യയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ഭാര്യ കഴിക്കും. അപ്പോൾ ഒന്നിച്ചിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഒരു പ്രധാന കാരണം ഇതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നല്ലതായ ഈ ഉപകരണങ്ങളൊക്കെ തന്നെ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് ഒരു സമൂഹത്തെ തന്നെ തെറ്റിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ സംസാരിച്ചവരും പറയുന്നു സൈബർ ക്രൈമുകളെ കുറിച്ച്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നാൽ ഞാൻ ഈ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചത്, ഞാൻ വിരമിക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന സമയത്ത് തന്നെ ഒരു അവധി ദിവസം എനിക്ക് ഒരു ഫോൺ വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അന്തം വിട്ടു. ഇല്ലാത്ത വാഹനത്തിൽ എനിക്കെങ്ങനെ അപകടം വരിക? എനിക്ക് ആകെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഒരു ഒഫീഷ്യൽ വാഹനമാണ്. അത് ഓടിക്കുന്ന ആള് ഡൽഹി വിട്ടു പോയിട്ടുമില്ല, കർണാടകത്തിൽ നിന്നാണ് വന്നത്. കർണാടകത്തിൽ നിങ്ങൾ ഇന്ന പോലീസ് സ്റ്റേഷനുമായിട്ട് എന്നെടുത്ത് വന്ന് ബന്ധപ്പെടണം, അല്ലെങ്കിൽ നിങ്ങളെ സീറോ കുത്തണം, കുറെ നമ്പർ പറഞ്ഞു. അറിയാതെ അതിൽ കുത്തിയാൽ ആ കുത്തൽ നമ്മളൊരു കുഴിയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ പറ്റുന്ന ഒരു സാഹചര്യം, ഫോണുകൾ വന്നാൽ നമ്മൾ ചാടി അതെടുക്കാതെ അതൊന്ന് നോക്കണം, ഇവിടെ നിന്നാണ് വരുന്നത്, നമുക്ക് പരിചയമുള്ളവരാണോ, എന്താണ്. ഇത് കാണാതെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം മറ്റൊരാൾ ചെയ്യുന്ന ഒരു കുറ്റകൃത്യത്തിന് നിങ്ങളും പ്രചോദനം കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും, ഒരു തരത്തിൽ അയാളെ രക്ഷപ്പെടും. അപ്പൊ ഇങ്ങനെ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന വളരെ സുന്ദരമായ ഒരു ചെറിയ സാധനം ചിലപ്പോൾ ഒരു അപകടകരമായ ഒരു വസ്തുവായിട്ട് മാറുകയും ചെയ്യും. നമ്മളിപ്പോൾ വിഷൻ 2031 അതിൻ്റെ സിദ്ധാന്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിലെന്തൊക്കെ സബ്ജക്റ്റുകളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഡിസ്കഷൻ നടത്താൻ പോകുന്നതെന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. ശരിയാണ്, 31 നമ്മൾ എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കും നമ്മുടെ പോലീസ് എന്തായിരിക്കും, ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ലോർഡ് ഹാരി വൂഫ് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്. അദ്ദേഹം ഇംഗ്ലീഷ് ആൻഡ് വെയിൽസ് അവിടുത്തെ ജഡ്ജായിരുന്നു, കോർട്ട് ഓഫ് അപ്പീലിലെ ജഡ്ജായിരുന്നു, അത് കഴിഞ്ഞ് ചീഫ് ജസ്റ്റിസ് ആയി. അദ്ദേഹം പറയുകയാണ്, ഐ വിൽ കോട്ട് ഇൻ ഇംഗ്ലീഷ്, ലൈക്ക് ഓൾ ദി ക്ലോക്സ് അവർ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നീഡ് ടു ബി ഓയിൽഡ്, wound up and set to true time. I'll repeat, like all the clocks, our judicial institutions need to be oiled, wound up and set to true time. ഈ പറയുന്ന ആ ബുദ്ധിപരമായ വാക്കുകൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ, ലൈഫ് ആൻഡ് ലിബർട്ടി, ഇത് കൈകാര്യം ചെയ്യുന്ന ഏത് പ്രസ്ഥാനങ്ങൾക്കും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും ബാധകമാണ്. 10 കൊല്ലത്തിന് മുമ്പുള്ള രീതിയിൽ നമ്മൾ ഇന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് അതിനോടൊപ്പം, പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആലോചിച്ച് നോക്കൂ, ഒരു 15 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ആ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ആ കഴിവ് മാത്രം നമ്മൾ ഉപയോഗിച്ച് ഇന്നുണ്ടാകുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനെ നമ്മൾ നേരിടാൻ നിന്നാൽ നമ്മൾ എവിടെയായിരിക്കും, ക്രിമിനൽസ് എവിടെയായിരിക്കും. ഈ പറഞ്ഞ വാക്കുകൾ ഏത് പ്രസ്ഥാനങ്ങൾക്കും ബാധകമാണ്, തീർച്ചയായിട്ടും പോലീസ് സംവിധാനത്തിനും. ആഭ്യന്തര വിജിലൻസ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ കഴിഞ്ഞ 10 വർഷത്തെ ആഭ്യന്തര വകുപ്പിന്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചു. സംസ്ഥാന പോലീസ് മേധാവി റവദ ചന്ദ്രശേഖർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ നിതിൻ അഗ്രവാൾ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ്, കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര തുടങ്ങിയവർ സംബന്ധിച്ചു. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. AKG Memorial Cooperative Hospital, Kannur.